സാറേ നമുക്കിപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ലൈഫിൽ ഞാൻ പിന്തുടർന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത്, സാർ എൻ്റെ സുഹൃത്താണ്, ഞാൻ മുഖ്യമന്ത്രിയാണ്, സാർ എൻ്റെ അടുത്ത് വന്നിട്ട് എടാ അളിയ എനിക്ക് അവിടെ ഒരു സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കില്ലേ? അപ്പൊ എൻ്റെ ഭാര്യ ഞാനൊരു ഫ്രണ്ടായിട്ട് കണ്ടത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതുവരെ ഇത് പറ്റിയത്. ഞങ്ങള് നല്ല മുട്ടൻ അടിക്കും എന്ന് വെച്ചാൽ ഞങ്ങൾ ഉഗ്രനായിട്ട് വഴക്ക് കൊടുക്കും. കയ്യാങ്കളിയുണ്ടോ? കയ്യാങ്കളിയൊക്കെ വേണ്ടി വന്ന് എടുക്കും. ഒന്ന് സാറേ ജീവിച്ചു പോണ്ടേ. ഞാനിത് പറഞ്ഞു തന്നെ സാറേ. അപ്പൊ ഈ സൗഹൃദം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയാല് എന്തോരം പേര് നമ്മള് ഫ്രണ്ട്ഷിപ്പ് 60 വർഷമൊക്കെ പോയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഈ ഫാമിലി ലൈഫിൽ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവന്നാൽ സക്സസ് ആവില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതാണ് പ്രശ്നം. ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുന്നത് അധികാരം ഉപയോഗിക്കുമ്പോഴല്ലേ? ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞേ. അതാ ഞാൻ പറയുന്നത്. അധികാരം ഉപയോഗിക്കില്ലല്ലോ. ഞാൻ പറയുന്നത് നമ്മൾ ആ സൗഹൃദത്തിന്റെ മുകളിൽ അധികാരം കൊണ്ടുവരുമ്പോഴാണ് അതിന്റെ സൗഹൃദം നഷ്ടപ്പെട്ടു പോകുന്നത്. അത് കൊണ്ടുവരാതിരുന്നാൽ മതി. രണ്ടും ഈക്വലായിട്ട് കാര്യങ്ങൾ സൈക്കട്രിസ്റ്റ് പറഞ്ഞതിനകത്തൊരു പോയിന്റ് ഉണ്ട്. അതായത് നമ്മൾ ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും വൈഫ് എന്ന് പറയുന്നത് ഇതേപോലെ സുഹൃത്താകാം, പാർട്ണർ. അപ്പൊ ഒരു പാർട്ണർ എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് കുറെ കഴിവുകളുണ്ടല്ലേ, അപ്പൊ എന്റെ കഴിവുകളെ ഇല്ലായ്മയുടെ ഭാഗമുണ്ട്. എനിക്ക് കഴിവുള്ള വശം ഉണ്ടാവും, കഴിവില്ലാത്ത വശം ഉണ്ടാവും. അപ്പൊ എപ്പോഴും എന്റെ പാർട്ണർ, അത് ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും, നമ്മുടെ കഴിവില്ലാത്ത വശത്തിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പാർട്ണർ എങ്കിൽ, ഫിൽ ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് കുറച്ചുകൂടി പ്രാക്ടിക്കലി രണ്ടു കൂട്ടരും നന്നായി ഒരു ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ കുറവ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതെ.